ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ച് ഗർഭിണിയടക്കം 2 പേർ വെന്തു മരിച്ചു. 2023 ഫെബ്രുവരിയിൽ കണ്ണൂരിൽ നടന്നൊരു സംഭവമാണ്. ഒരു വർഷത്തിനിപ്പുറം 2024 ജൂൺ 7-ന് കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ വെന്തു മരിച്ചു. ഈ പറഞ്ഞവ 2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതിനിടയിലും ഇതിന് ശേഷവും ഓടിക്കൊണ്ടിരിക്കെ വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ വേറെയും ഉണ്ടായി. എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നു? ഓടിക്കൊണ്ടിരിക്കെ വാഹനങ്ങൾക്ക് തീ പിടിക്കാനുള്ള കാരണം എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രൂപമാറ്റം വാഹനത്തിൽ നടത്തുന്നതാണ് ഒരു കാരണം. അതിൽ പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ വരുത്തുന്ന മാറ്റങ്ങളും വയറിങ്ങുകൾ പലപ്പോഴും പ്രോപ്പറായിട്ട് ടാഗ് ചെയ്യാതിരിക്കുക, അതുപോലെ മാനുഫാക്ചറർ നൽകിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻസിൽ നിന്നും മാറ്റം വരുന്ന രീതിയിൽ ഉള്ള വോൾട്ടേജ് വ്യതിയാനം വരുന്ന എക്യുപ്മെൻറ്റ്സ് ഘടിപ്പിക്കുക, അധികമായി ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഘടിപ്പിക്കുക, AC മോഡർണൈസ് ചെയ്യുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ, അതുപോലെ സ്പോട്ട് ലൈറ്റുകൾ ഇവ പിടിപ്പിക്കുക, പിന്നെ എൻജിൻ അസംബ്ലിയിൽ രൂപമാറ്റം വരുത്തുക, ഇവയെല്ലാം ഇതിൻ്റെ കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സാണ് എന്നറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾ നമ്മുടെ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇതേ അപകട സാധ്യതയുണ്ടോ? ഒരു സ്പാർക്ക് ഉണ്ടാകുമ്പോഴാണ് തീ പിടിക്കുന്നത്. സ്പാർക്ക് വാഹനങ്ങളകത്ത് എങ്ങനെ ഉണ്ടാകുന്നത്? ഈ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴാണ് കൂടുതലുണ്ടാകുന്നത്. ഇലക്ട്രിക്കലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടുള്ള ഏത് വണ്ടിക്ക് ഇത് എപ്പോഴും വേണേൽ സംഭവിക്കാം. അതിപ്പം പെട്രോൾ വണ്ടി ആയിക്കോട്ടെ, ഡീസൽ വണ്ടി ആയിക്കോട്ടെ, ഗ്യാസ് വണ്ടി ആയിക്കോട്ടെ, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന EV ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് എന്ന് നമ്മൾ പറയുന്ന ആ വാഹനമായിക്കോട്ടെ, ഏത് വാഹനത്തിനകത്തും തീപിടുത്തം എന്ന് പറയുന്നത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തീപിടുത്തം കാറുകളിൽ മാത്രമല്ല ഏത് വാഹനത്തിലും സംഭവിക്കാം. എന്തുകൊണ്ടാണ് കാറുകൾക്ക് കൂടുതലായി തീപിടിക്കുന്നത്? തീപിടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ലോക്കായി പോകുമോ? എങ്കിൽ കാരണം എന്ത്? കാറുകളിൽ പലപ്പോഴും നമ്മൾ ഫുള്ളി എൻക്ലോസ്ഡ് ആയിട്ടാണ് പോകുന്നത്. 4 വശത്തെയും ഗ്ലാസുകൾ പൂർണ്ണമായി ഇട്ട കാറുകളിലാണ് കത്തിപ്പിടിക്കുന്നത് കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് എൻജിൻ ഭാഗത്ത് നിന്നുമാണ് കത്തിപ്പടരുന്നതായി കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ലോക്കായി പോകാമെന്ന് പറയാറുണ്ട്. സീറ്റ് ബെൽറ്റ് ലോക്കായി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അത് എടുക്കാൻ പറ്റാതെ വരുന്നതിനെയാണ് ലോക്കായി പോകാമെന്ന് ആൾക്കാർ പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാകുന്ന സിസ്റ്റം ഒന്നും ഇല്ല. നമ്മൾ തീപിടുത്തം ഉണ്ടായിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ പാനിക്കായി പോകും, നമ്മൾ പേടിച്ചു പോകും. ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റാതെ വരുന്നത്. വാഹനങ്ങളിൽ അനധികൃതമായി മോഡിഫിക്കേഷൻസ് നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് RTO വിശദീകരിക്കും. മോട്ടോർ വാഹന നിയമം അനുസരിച്ചിട്ട് സെക്ഷൻ 52-ന്റെ വയലേഷനായിട്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുക. പല ഇല്ലീഗൽ മോഡിഫിക്കേഷൻസും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന ഇല്ലീഗൽ മോഡിഫിക്കേഷൻസിൽ ഒരെണ്ണമാണ് സൈലൻസർ ഓൾട്ടറേഷൻ. അവയ്ക്കെതിരെ ശക്തമായ രീതിയിൽ സെക്ഷൻ 53 അനുസൃതമായി രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുക, അതുപോലെ ഓടിക്കുന്ന ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കർശനമായ നടപടിക്രമങ്ങൾ പിഴ കൂടാതെ സ്വീകരിച്ചു വരുന്നു. വാഹനങ്ങളിൽ അനധികൃതമായി എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്നത്, മോഡിഫിക്കേഷൻസ് നടത്തുന്നത്, ശരിയായ സമയങ്ങളിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് നടത്താത്തത്, ഫ്യൂവൽ ലൈനിലെ ലീക്ക്, ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട്, ഇങ്ങനെ പലവിധ കാരണങ്ങളാണ് വിദഗ്ധർ പറയുന്നത്. വാഹനങ്ങളുടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിലാണ് കൂടുതലായും തീപിടുത്തം ഉണ്ടാകുക. സാധ്യത കുറവാണെങ്കിലും കാർ പോലുള്ള വാഹനങ്ങളുടെ അകത്ത് തീപിടിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് തടയണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആൽക്കഹോൾ കലർന്ന പെർഫ്യൂം, സാനിറ്റൈസർ പോലുള്ളവ വണ്ടിയിൽ സൂക്ഷിക്കാതിരിക്കുക, പ്രത്യേകിച്ചും വെയിലത്ത് വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ. ഫ്ലെയിമബിൾ ആയ ഇവ ലീക്കാകുന്നത് തീ പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. സിഗരറ്റ് ലൈറ്റർ പോലുള്ളവയും വണ്ടിക്കകത്ത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ദൂരയാത്രയ്ക്ക് മുമ്പ് വാഹനങ്ങൾ സ്വയം പരിശോധിക്കുകയോ ഒരു മെക്കാനിക്കിനെ കൊണ്ട് പരിശോധിപ്പിക്കുകയോ ചെയ്യുക. പെട്രോൾ ഹോസ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. വാഹനത്തിൽ നിന്ന് മണമോ പുകയോ വരുന്നത് കണ്ടാലുടൻ പാനിക് ആകാതെ വാഹനം നിർത്തി പുറത്തിറങ്ങി സേഫ് ആകുക. വാഹനവുമായി റോഡിലിറങ്ങുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്ന് പറയുന്നത് വെറുതെയല്ല. അനധികൃതമായി നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങോ വയറിങ്ങിലെ ഒരു ചെറിയ പിഴവോ മതി അപകടത്തിലേക്ക് നയിക്കാൻ. സോ ബി കെയർഫുൾ.